നമ്മൾ പോകുന്നത് ശരത് കെ ശശിയിലേക്കാണ്. അതിനുശേഷം നമ്മൾ നാട്ടുകാരിലേക്കും അവരുടെ വിശേഷങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോയി വരാം. ശരത് കെ ശശി ദില്ലിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ശരത്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അഷ്ടമുടിയിൽ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അഷ്ടമുടി കായലിൻ്റെ സൗന്ദര്യമൊക്കെ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ സൗകര്യം കിട്ടിയാൽ ശരത്തും ഈ വഴി ഒന്ന് വരണം. സാമ്പ്രാണിക്കൊടിയിലേക്ക് പോവുക. അവിടെ ഈ ഐലൻഡിൽ ഈ മുട്ടപ്പമുള്ള വെള്ളത്തിൽ നടന്നു പോകാവുന്ന ഒരു ഐലൻഡാണ്. അഷ്ടമുടി കായലിനുള്ളിലുള്ള ഒരു ഐലൻഡാണ്. നമുക്ക് അവിടെ പോയി കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് കൊടുക്കാം. അതിനു മുൻപ് ഡൽഹിയിലെ വാർത്തകളൊന്ന് പങ്കുവയ്ക്കൂ ശരത്ത്. ഇപ്പോൾ ഈ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലാണ്. കസ്റ്റഡിയിൽ CBI കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യം. എന്താണ് സാധ്യതകൾ നമ്മുടെ മുന്നിൽ കാണുന്നത്? മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖരായ 3 നേതാക്കൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. എന്താണ് ഇനി സാധ്യതയുള്ളത്? CBI കൂടി രംഗത്ത് വരുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് നാളെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടോ? അരുൺകുമാർ, ഈ മോർണിംഗ് ഷോയുടെ തുടക്കത്തിൽ തന്നെ PMLA ആക്ട് പ്രകാരം എടുത്ത കേസാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എത്രത്തോളം പ്രതിസന്ധി ഈ നിയമപരമായി ഉണ്ട്, നിയമപരമായ കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ കേസ് പരിഗണിക്കുമ്പോഴും ആം ആദ്മി പാർട്ടി സത്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വച്ചു പുലർത്തുന്നില്ല. PMLA കേസിലൊക്കെ തന്നെ കോടതി ജാമ്യം അനുവദിക്കണമെങ്കിൽ കോടതിക്ക് ബോധ്യമാവണം ആ പ്രതി അത്തരത്തിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടില്ല എന്ന് ബോധ്യമാവണം. നിലവിലെ സാഹചര്യത്തിൽ അത് തെളിയിക്കുന്ന രീതിയിലുള്ള വാദങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായി കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേസ് നടന്ന ഘട്ടത്തിൽ ഉന്നയിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് 4:45 കൂടിയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ എത്തിച്ചത്. 2ാം നമ്പർ ജയിലിലെ 3ാം വാർഡിൽ 670ാമത്തെ അന്തേവാസിയായാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ കഴിയുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് എന്നിവരൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും തിഹാർ ജയിലിൽ ആണ് കഴിയുന്നത്. അവിടെ നിന്ന് ഭരിക്കുമെന്ന് പറയുന്നു. ആ ഭരണം എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം വീണ്ടും BJP സജീവമാക്കുന്നുണ്ട്. അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ കൂടുതൽ ശക്തമായി വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഇനി CBI എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ED കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ അന്വേഷണം ആരംഭിച്ചത് CBI ആണ്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ അയച്ച ഒരു സാഹചര്യത്തിൽ CBIക്ക് വേണമെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി ആവശ്യപ്പെടാം. നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ എപ്പോഴായിരിക്കും CBI അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുക എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ള സാഹചര്യമായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ CBIക്ക് പെട്ടെന്ന് തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിക്കും. ആ സാധ്യത CBI വൃത്തങ്ങൾ തള്ളിക്കളയുന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പ്രതീക്ഷ നൽകുന്ന ഒന്നും നടക്കുന്നില്ല. കേന്ദ്ര ഏജൻസികൾ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റ് 2 മന്ത്രിമാരെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റിന്റെ അടുത്ത നീക്കം. അതിഷി മർലേന, അതുപോലെ തന്നെ സൗരഭ് ഭരദ്വാജ്, ഇവർ 2 പേർക്കെതിരെയും അരവിന്ദ് കെജ്രിവാൾ തന്നെ മൊഴി നൽകിയെന്നാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയത്. അത്തരം സാഹചര്യത്തിൽ ഇവർക്ക് 2 പേർക്കും വൈകാതെ തന്നെ ED സമൻസ് അയക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.